മാറ്റി ചിന്തിക്കണോ എന്നുള്ളത് ആലോചിക്കണം. അല്ല, അങ്ങനെ ആലോചന ഉണ്ടോ? അല്ല, ആലോചന ഇല്ലായെന്നൊന്നുമില്ല. കാരണം പഴയ ഒരു കാലമല്ല. അതായത് കഴിഞ്ഞ കോവിഡിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്ത മലയാള സിനിമയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾ കുറച്ച് പേര് അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ മാറ്റിയില്ലെങ്കിൽ മലയാള സിനിമയുടെ ഐഡൻറ്റിറ്റി എന്തായിരുന്നു, അതായത് നമ്മൾ വർഷങ്ങളായിട്ട്, അതായത് മലയാള സിനിമ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? നല്ല കഥകളുള്ള, നല്ല കണ്ടന്റ് സിനിമകൾ. നമ്മൾ ഒരിക്കലും തെലുങ്കിനെയോ തമിഴിനെയോ ഹിന്ദിയോ കോപ്പി ചെയ്തിട്ട് അങ്ങനെ ഒരു തട്ടുപൊളിപ്പൻ സിനിമകളിലേക്ക് പോയിട്ടില്ല. നമ്മൾ പണ്ടൊക്കെ തെലുങ്കും തമിഴും കാണും നമ്മൾ, പക്ഷേ നമ്മൾ കുറേയൊക്കെ കളിയാക്കും, ഇതെന്താണ് അൺഇമാജിനറി ആയിട്ടുള്ള, അതായത് ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ കാണിക്കുന്നു, നായകൻ വന്ന് 250 പേരെ ഇടിച്ചിടുന്നു, അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ഫണ്ടാക്കുമെങ്കിലും ചില സിനിമകൾ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരുന്നു. അതേ സാധനം നമ്മൾ മലയാളത്തിലേക്ക് പതുക്കെ പതുക്കെ അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവരെ കോപ്പി ചെയ്ത് അതിലേക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ആ രീതിയിലുള്ള സിനിമകളിലേക്ക് പോകുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി മാറും. അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ പ്രേക്ഷകരും അതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നു. കാരണം കോവിഡ് സമയത്തുണ്ടായ ഒരു എക്സ്പോഷർ ടു അതർ ലാംഗ്വേജ് ഫിലിംസ്, അത് OTT-യിലൂടെ ആവാം, എങ്ങനെയായാലും ഉണ്ടായ പല സിനിമകളും ഡബ് ചെയ്ത് മലയാളത്തിലേക്ക് വരുന്നു. അതായത് OTT-യുടെ ഒരു ക്രൈറ്റീരിയ ആണ്, അതായത് അവരെടുക്കുമ്പോൾ എല്ലാ ലാംഗ്വേജിൻ്റെയും വമ്പൻ സിനിമകളുടെ അവകാശം എടുക്കുമ്പോൾ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഇതിൻ്റെ എല്ലാം ഡബും കൂടെ അവരെടുത്തു വയ്ക്കുന്നു. അപ്പോൾ ഇവരെന്തായാലും അതിലേക്ക് പൈസ സ്പെൻഡ് ചെയ്യുന്നു, അവർ അതിനെ മലയാള സിനിമയായിട്ട് സെൻസർ ചെയ്യുന്നു. അപ്പോൾ അത് റിലീസ് ചെയ്തേക്കാം, വേറെ ചിലവൊന്നുമില്ല. അപ്പോൾ അത് റിലീസ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോൾ മലയാള സിനിമയ്ക്ക് എപ്പോഴാണ് റിലീസ് ചെയ്യേണ്ടതും കൂടെ നമ്മുടെ ഭാരവാഹികൾ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയേറ്റർ അസോസിയേഷൻ പറയണം. ഇല്ലെങ്കിൽ മലയാള സിനിമയുടെ ഐഡന്റിറ്റി പോവുകയും മലയാള സിനിമ ഇല്ലാണ്ടാവുകയും ചെയ്യും. അല്ല, ആ ഇല്ലാതാകുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അന്യഭാഷാ സിനിമകളിലെ ഒരു വലിയ കുതിപ്പാണ് മലയാള ഇൻഡസ്ട്രിയിൽ കാണുന്നത്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വലിയ ആളുകൾ വരുന്നു, തിയേറ്ററുകാർ അത് ഏറ്റെടുക്കുന്നു. പക്ഷെ മലയാള സിനിമയ്ക്ക് അത്ര സ്ഥാനം തരുന്നില്ല. തിയേറ്ററുകാർ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ നോക്കുമ്പോൾ അവർക്ക് ഈ ശതമാനത്തിൽ കൂടുതൽ കിട്ടുന്നു, 55% ഉണ്ട്, 60% ഉണ്ട്. മലയാള സിനിമയ്ക്ക് കൃത്യമായിട്ട് ഒരു എമൗണ്ട് ഉണ്ട്. അല്ലെങ്കിൽ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ടർ ഡിമാൻഡ് ചെയ്യാണ്, എനിക്ക് ഇത്രയും വേണം, ഷെയർ ഇത്ര. എന്തിനാണ് ഇവിടെ അസോസിയേഷൻ? എന്തിനാ? നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.